അല്ല ജഗൻ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വക്കീലേ, ഇത് പ്രകാശ് ചേട്ടന്റെ ഫോണാ. ഇതെന്തിനാ? പറയാം. അയാൾ ഉപയോഗിക്കുന്ന മൊബൈല് എനിക്ക് പ്രകാശ് ചേട്ടന്റെ മൊബൈല് കുറച്ചു നേരത്തേക്കൊന്ന് വേണം. ജഗ, അതിന് ഞാനിപ്പോ ജഗ, എനിക്ക് കുറച്ചു നാളായിട്ട് ചില സംശയങ്ങളുണ്ട്. ജഗൻ ഈ ഫോണൊന്ന് പരിശോധിക്കണം. പ്രകാശേട്ടന്റെ ഫോണാ, പെട്ടെന്ന് തിരിച്ചു വയ്ക്കണം. പ്രകാശേട്ടൻ ആരോടാണ് എപ്പോഴും സംസാരിക്കുന്നതെന്ന് നോക്കണം. ആളിപ്പോ ആകെ ടെൻഷനില്ല. ഇതെന്താ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നത്? അത് എന്റെ വണ്ടിയുടെ മുമ്പില് ഒരു പട്ടി കുറുകെ ചാടി. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. നീ ആരെയും ബഹളം വെച്ച് വിളിച്ചുണർത്തൊന്നും വേണ്ട. ഉറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെ. പ്രകാശേട്ടൻ നന്നായി പേടിച്ചിട്ടുണ്ടല്ലോ. മുഖം കാണുമ്പോ തന്നെ അറിയാം. ഈ പട്ടി കുറുകെ ചാടി കഥ ആരോടും രാവിലെ വിളമ്പാൻ നിൽക്കണ്ട. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. സാരെങ്കിലും ജാമ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ ഏറ്റു. വിഷമിക്കാതെ. നിങ്ങളുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ഒരു കോടതിക്കും ശിക്ഷിക്കാൻ പറ്റില്ല. ഒരു 11 മണിയാകുമ്പോ കോടതിയിലേക്ക് വാ. ശരി, ഓക്കെ. ആ ജഗ, ആ അതെ, നിങ്ങളുടെ കേസിന്റെ ഗൗരവം അല്പം കൂടുതലാ. എന്തായാലും നമുക്ക് നോക്കാം. അല്ല ജഗൻ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വക്കീലേ, ഇത് പ്രകാശ് ചേട്ടന്റെ ഫോണാ. ഇതെന്തിനാ? പറയാം.
ജഗ, ഇത് വെച്ച് നമുക്കൊന്ന് മൂവ് ചെയ്യാം. മാധു നായരെ, ഏതായാലും നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചേക്ക്. സാർ, ഞാൻ ആരെ ഒന്നും ചെയ്തിട്ടില്ല. മാധു നായരെ, ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. വെറുതെ അതൊന്നും എടുപ്പിക്കണ്ട. ഞാൻ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്ക്. മാധവൻ നായരുടെ ബാല്യകാലം തൊട്ടേയുള്ള ആത്മാർത്ഥ സുഹൃത്തല്ലേ സോമൻ? ഈ പറഞ്ഞത് ശരിയാണോ? അതെ സാർ. ഈ സോമൻ വീട് വയ്ക്കാൻ നിങ്ങൾക്ക് കടമായി 15 ലക്ഷം രൂപ തന്നിരുന്നു. ഇതും ശരിയാണോ? തന്നിരുന്നു. ഈ അടുത്തിടയ്ക്ക് സോമൻ ആ പണം മടക്കി ചോദിച്ചു. നിങ്ങൾ ആ പണം മടക്കി കൊടുക്കുന്നതിന് പകരം വീട്ടിൽ കള്ളം കയറി എന്നൊരു കള്ളക്കഥയുണ്ടാക്കി. എല്ലാവരും അത് വിശ്വസിച്ചെങ്കിലും സോമൻ അത് വിശ്വസിച്ചില്ല. പണം നഷ്ടപ്പെട്ട സോമൻ നിങ്ങളെ വീട്ടിൽ തിരക്കി വന്നു. തമ്മിൽ തർക്കവും ഭീഷണിയുമായി. എന്താ, ശരിയല്ലേ? അയൽവക്കക്കാര് സാക്ഷികളുണ്ട്. തികച്ചും അഭിമാനിയായ മാധവൻ നായർ സോമനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. സോമനെ കൊന്ന് തന്നിലേക്ക് സംശയം വരാതിരിക്കാൻ സ്വന്തം പുരയിടത്തിൽ തന്നെ കുഴിച്ചിട്ടു. ദൃശ്യം സ്റ്റൈൽ. ഇല്ല, ഞാൻ എന്റെ സോമനെ കൊന്നിട്ടില്ല. എനിക്കതിന് പറ്റില്ല. കള്ളം പറയുന്നോടാ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സർ, അഡ്വക്കേറ്റ് ജോസ് കാണാൻ വന്നിരിക്കുന്നു. നിങ്ങൾ വെളിയിൽ പൊക്കോ. ബാക്കി ഞാൻ വന്നിട്ട് ആദ്യം തന്നെ ഫാമിലി ഒന്ന് കാണട്ടെ, അങ്ങനെ കാണുന്നതിന് മുമ്പ്. വന്ദനെ സങ്കടപ്പെടാതെ സമാധാനിക്കേ. Nere